Good morning students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റുദർഫോർഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഡയമെൻഷനും എന്താണ് ന്യൂക്ലിയസ് എന്നും എന്താണ് ന്യൂക്ലിയസിൻ്റെ ഡയമെൻഷൻ എന്താണെന്നും ന്യൂക്ലിയർ സൈസ് എത്രയാണെന്നും അതേപോലെ തന്നെ ആറ്റത്തിനുള്ള ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ പ്രധാനമായും കൺസിഡർ ചെയ്ത് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ റേഡിയേഷൻസിന് മാത്രം ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് എൻ്റെ സെൻറ്ററിൽ വളരെ ടൈനി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ് റീജിയൻ ഉണ്ട്. അതിനെ നമുക്ക് ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ആറ്റത്തിൻ്റെ കൂടുതൽ സ്പേസും എം ടി ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ആ ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റുദർഫോർഡ് അദ്ദേഹം ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കൂടെ തന്നെ ഇലക്ട്രോൺസ് സ്റ്റേഷനറി ആണ് എന്നല്ല പറയുന്നത്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസ്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെന്ന് വിചാരിക്കും. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണുള്ളത്. ഇപ്പോൾ സെൻറ്ററിലൊരു പ്രോട്ടോൺ, അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് ഇ ആണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. മൈനസ് ഇ. ഇതാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പ്രകാരം അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. റുദർഫോർഡ് പറയുന്നത് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് സ്റ്റേഷനറി അല്ല. ദിസ് ഇലക്ട്രോൺ ഈസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് in order to balance the electrostatic force of attraction from the nucleus. ഇവിടെ എന്താ വെച്ചാൽ ഈ ഇലക്ട്രോൺ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, there is an electrostatic attractive force Fe which is equal to 1/4πε0 E square by r പ്ലസ് നെഗറ്റീവ് ആക്കിയാണ് ശരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. -e²/r. നെഗറ്റീവ് സൈൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി അട്രാക്റ്റീവ് നേച്ചറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അട്രാക്റ്റീവ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് കിട്ടിയത് കൂളംസ് ലോ എന്നാണ്, സിമ്പിൾ കൂളംസ് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലേക്ക് പുള്ള് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യും. സോ ഇറ്റ് വിൽ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. Fc is called the centripetal force. That means there will be an acceleration towards the center. എപ്പോഴും ആക്സലറേഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും. ആ ആക്സലറേഷൻ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുക. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആണ്. അപ്പോൾ ഒരു സ്റ്റേബിൾ ഡൈനാമിക് ഓർബിറ്റിന് for a stable dynamic orbit, this centripetal force will balance with electrostatic force. Fc is equal to Fe. Fc എന്ന് പറയുന്നത് mv²/r. This is ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. 1/4πε0 E²/r² ആണ്. mv²/r is equal to 1/4πε0 E²/r². Fc എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോൾ റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡൽ പ്രകാരം റുദർഫോർഡ് പറയുന്നത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും പ്ലാനറ്ററി മോഷൻ പോലെ, അതായത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിവിടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സർക്കുലർ ഓർബിറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. സോ എഫ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 E²/r². അതിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് വെച്ച് ബാലൻസ് ചെയ്യും. സോ mv². അപ്പോൾ അതൊരു സ്റ്റേബിൾ ഓർബിറ്റ് ആയിട്ട്, ഒരു ഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഓർബിറ്റ് ആയിട്ട് ഈ ഇലക്ട്രോൺ മോഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റുദർഫോർഡിൻ്റെ ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. സോ mv²/r is equal to mv²/r is equal to 1/4πε0 E²/r². റേഡിയസ് r ആണ്, ഇവിടെ പ്ലസ് ഇ മൈനസ്. സോ v² is equal to E² divided by 4πε0 mr നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. So the electron velocity V will be E divided by root of 4πε0 mr. Equation number 4. Clear? അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ടോട്ടൽ എനർജിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദ ടോട്ടൽ എനർജി ഇ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം E is equal to its sum of kinetic as well as potential energies. Kinetic energy എത്ര വരും? Kinetic energy is half mv², which is equation number 6. നമുക്കറിയുന്നതാണ്. നമ്മളൊരു നോൺ റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷൻ മാത്രം കൈകാര്യം ചെയ്യാൻ മതി. പാർട്ടിക്കിളുടെ സ്പീഡ് എന്ന് പറയുന്നത് വി ഈസ് ഫാർ ലെസ് ദാൻ സി ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നോൺ റിലേറ്റിവിസ്റ്റിക് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. So kinetic energy can be represented as half mv². Then potential energy is, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു പ്ലസ് ചാർജ് പ്ലസ് ഇ സെൻറ്ററിലുണ്ട്, മൈനസ് ഇ ആർ ഡിസ്റ്റൻസിലുണ്ട്. അപ്പോൾ അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി ഇ ഫോർ ദിസ് സിസ്റ്റം ഓഫ് ചാർജസ്, പൊട്ടൻഷ്യൽ എനർജി ഫോർ ദിസ് സിസ്റ്റം ഓഫ് ചാർജസ് is equal to minus E² divided by 4πε0 r. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ പ്ലസ് ചാർജ് പ്ലസ് Q1, ഇവിടെ Q2 ഉണ്ടെങ്കിൽ 1/4πε0 Q1 Q2/r ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടോ? ഇവിടെ പ്ലസ് ഇയും മൈനസ് ഇ ആയതുകൊണ്ട് മൈനസ് E² divided by 4πε0 r എന്ന് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി വന്നു, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 6. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു നെഗറ്റീവ് ടേം, പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ്. എന്താ ഈ നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നെഗറ്റീവിന് വളരെയധികം ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ നെഗറ്റീവ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നെഗറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇഫ് ദ ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ആർ സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് r tends to infinity, then the potential energy is taken as, which is the reference point, taken as 0. ഇൻഫൈനൈറ്റ് സെപ്പറേഷൻ ആണെങ്കിൽ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ. സോ അത്തരം സിറ്റുവേഷനിൽ നമ്മളൊരു കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അത്തരം സിറ്റുവേഷനിൽ 0 ആയിട്ട് നമ്മൾ, അവിടെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു റെഫറൻസ് പോയിന്റ് ചൂസ് ചെയ്യണം എന്ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റെഫറൻസ് പോയിന്റ് നമ്മളിവിടെ ചൂസ് ചെയ്തത് റെഫറൻസ് പോയിന്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. അതുകൊണ്ടാണ് ഇൻഫൈനൈറ്റ് സെപ്പറേഷൻ ഉള്ളപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി, ബാക്കി എല്ലാ പൊട്ടൻഷ്യൽ എനർജിയും എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, -E² divided by 4πε0 r എന്ന് പറയുന്നത്.
പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ എടുത്തേണ്ടത്. അത് ഇറ്റ് ഈസ് അറ്റ് റെഫറൻസ് പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ -E²/4πε0r എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ നെഗറ്റീവ് സൈനിന് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ദ ടോട്ടൽ എനർജി ഇ വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു half mv² minus E²/4πε0r. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു v² നമുക്ക് കിട്ടിയിട്ടുണ്ട് E²/4πε0mr മൈനസ് E²/4πε0r. അപ്പോൾ എന്തായി? E²/8πε0r minus E²/4πε0r. അപ്പോൾ 8πε0r LCM എടുക്കുകയാണെങ്കിൽ E² minus 2E² ന്യൂമറേറ്ററിൽ വന്നു. സോ ദ റിസൾട്ട് വിൽ ബി minus E²/8πε0r. So the total energy E is equal to minus E²/8πε0r. Here the total energy is always negative. അതൊരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലത്തിൽ, ക്വാണ്ടം മെക്കാനിക്സിൽ ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലത്തിൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജീനെ നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു നമ്മൾ ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി നമ്മൾ നെഗറ്റീവായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേബിൾ ഓർബിറ്റ്, ഒരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾ, അതായത് പ്ലാനറ്റും സണ്ണും ഒരു ബൗണ്ട് സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ, ഒരു ബൗണ്ടഡ് സിസ്റ്റത്തിലായതുകൊണ്ട് തന്നെ അവിടെ എനർജി എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതേ രൂപത്തിൽ തന്നെ ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദിസ് പ്രോബ്ലം ഈസ് ആക്ച്വലി എ ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം എന്നുള്ളതാണ്. ക്വാണ്ടം മെക്കാനിക്കലി അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്കലി നമുക്ക് പറയാവുന്നത് ദിസ് ഈസ് ആക്ച്വലി എ ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം. ഓക്കെ, the negative sign, the negative value of energy reflects that electron is bound to nucleus. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, പ്ലാനറ്ററി മോഷനിൽ നമ്മൾ സൺ പ്ലാനറ്റ് സിസ്റ്റത്തിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -E²/8πε0r എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇങ്ങനൊരു പ്ലാനറ്ററി മോഡലിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത്തരം ലിമിറ്റേഷൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് Rutherford planetary model. Limitations of Rutherford planetary model. എങ്ങനെ നമുക്ക് രണ്ട് ലിമിറ്റേഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് we cannot explain Rutherford model of atom did not explain the stability of the orbit, stability of the atom or orbit, or stability of the orbit, atom or
ഓർബിറ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ദ ഓർബിറ്റ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. റുദർഫോർഡിൻ്റെ മോഡൽ പ്രകാരം ഓർബിറ്റ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ പറയാം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആസ് per Rutherford model of atom, atomic spectra must be continuous. അതായത് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം, നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എനർജി സ്പെക്ട്രം കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ഹൈഡ്രജൻ്റെ സ്പെക്ട്രം അല്ലെങ്കിൽ ബാക്കിയുള്ള ആറ്റത്തിൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ബട്ട് അറ്റോമിക് സ്പെക്ട്ര ഫോർ ഹൈഡ്രജൻ ഈസ് ഡിസ്ക്രീറ്റ് ഓർ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രമാണ്. ഡിസ്ക്രീറ്റ് ഓർ ലൈൻ സ്പെക്ട്രം. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് എങ്കിൽ, നമ്മൾ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്തതെങ്കിൽ ആക്ച്വൽ ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത് നമുക്ക് ലൈൻ സ്പെക്ട്രം ആണ് കിട്ടിയത്. ഈ ലൈൻ സ്പെക്ട്രം വളരെ, അതായത് റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രം ആണെന്ന് നമ്മൾ ഓൾമോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇതിൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയത് ബാൽമർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1888 ആ കാലഘട്ടത്തിലൊക്കെയാണ് ബാൽമർ സീരീസ് വെച്ചിട്ടൊക്കെ നമുക്ക് വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ഹൈഡ്രജൻ സ്പെക്ട്രം വളരെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റുദർഫോർഡിൻ്റെ പുതിയൊരു മോഡൽ ഓഫ് ആറ്റം പ്രകാരം ഹൈഡ്രജൻ സ്പെക്ട്രം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം പ്രകാരം സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ രണ്ട് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റെബിലിറ്റി പറയാൻ പറ്റിയില്ല, അതേപോലെ തന്നെ സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും റുദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റം പ്രകാരം സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റെബിലിറ്റിയാണ്. നമ്മളെന്താ പറഞ്ഞത്, നമ്മളുടെ കൺസിഡറേഷൻ പ്രകാരം സെൻറ്ററിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആണുള്ളത്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഡിഫറെൻ്റ് ഓർബിറ്റുകളിൽ കറങ്ങുന്നു. ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർബിറ്റുകളിൽ കറങ്ങുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇലക്ട്രോണും തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ടുവേർഡ്സ് ദ സെൻറ്റർ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഈസ് ആക്ച്വലി ആക്സിലറേറ്റിംഗ് in this model. നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അക്കോർഡിംഗ് ടു നമ്മൾ ഹെഡ്സ് എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹെഡ്സ് എക്സ്പെരിമെൻറ്റിലൊക്കെ നമ്മൾ അത് തന്നെയാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിളാണ്, അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഓസിലേഷൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ജനറേറ്റ് ചെയ്യുക. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. മെക്കാനിക്സ് പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വളരെയധികം ഡെവലപ്പ് ചെയ്തൊരു തിയറി ആയിരുന്നു മാക്സ്വെല്ലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ഒരു ആക്സലറേറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ, ആൻ ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ should lose energy continuously
continuously in the form of electromagnetic radiations. എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ റേഡിയസ് വിൽ ഓൾസോ ഡിക്രീസ് and the path will become a spiral, path of the particle, path of the orbital motion will be in a spiral, and at last electron falls into the nucleus after radiating energy continuously. Okay, അപ്പോൾ അങ്ങനെ ഫൈനലി ഇലക്ട്രോൺ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി, ദാറ്റ് മീൻസ് ആറ്റം ഈസ് കൊളാപ്സ്ഡ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആറ്റം കൊളാപ്സ് ചെയ്യും. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ഓർബിറ്റ് ആവില്ല. ഇത് സ്പൈറൽ മോഷനായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങി സ്പൈറൽ മോഷനായിട്ട് ന്യൂക്ലിയസിൽ വന്ന് വീഴുന്ന രീതിയിലേക്കുള്ള സിറ്റുവേഷനാണ് നമുക്ക് വരിക. അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം റുദർഫോർഡ് പ്ലാനറ്ററി മോഡലിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയാണ് പക്ഷേ അങ്ങനെ ആറ്റം കൊളാപ്സ് ചെയ്യുന്നില്ല. ഇത് നമ്മളുടെ എക്സ്പെരിമെൻ്റൽ ആറ്റത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ടാണ്, ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ആറ്റം ഒരിക്കലും കൊളാപ്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഈ ഒരു പ്ലാനറ്ററി മോഡൽ വെച്ചിട്ട് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ടൂളുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഇത് പ്രെഡിക്റ്റ്, അതായത് ഈ സ്റ്റെബിലിറ്റി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞത് എന്താ? ലൈൻ സ്പെക്ട്രമാണ് നമുക്ക് കിട്ടിയത്. ഹൈഡ്രജൻ്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് ലൈൻ സ്പെക്ട്രമാണ്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞത് എന്താ? എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയത് എനർജി ഈസ് ഈക്വൽ ടു -E²/4πε0 r എന്നുള്ളതാണ്. ഈ r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് ആണ്. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ പ്രകാരം ഇലക്ട്രോണിന് ഏത് വാല്യൂ r എടുത്തിട്ട് ചൂസ് ചെയ്തുകൊണ്ടും ഇലക്ട്രോൺസിന് കറങ്ങാൻ പറ്റും. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് ഇൻ ഓൾ പോസിബിൾ ഓർബിറ്റ്സ്. Electrons can revolve in all possible orbits. അതായത് ഇലക്ട്രോൺസ് ഡെഫിനറ്റ് ആയിട്ട് ചില ഓർബിറ്റുകളിൽ മാത്രമാണ് കറങ്ങുന്നത് എന്നുള്ള അസംഷൻ റുദർഫോർഡ് എടുത്തിട്ടില്ല. അത് നമ്മൾ പിന്നീട് എടുക്കുക നീൽസ് ബോർ ആണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇലക്ട്രോൺസിന് ഏത് പോസിബിൾ ആയിട്ടുള്ള ഓർബിറ്റിലും കറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പോസിബിൾ ഓർബിറ്റ് ആകുമ്പോൾ പോസിബിൾ ഓർബിറ്റിൽ കറങ്ങുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസ് എനർജി സ്പെക്ട്രം എന്ന് പറയുന്നത് എനർജി ക്യാൻ ബി എമിറ്റഡ് കണ്ടിന്യൂസ്ലി. എനർജിയും കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്യാൻ പറ്റും. സോ വി എക്സ്പെക്ട് എ കണ്ടിന്യൂസ് സ്പെക്ട്രം. പക്ഷേ നമുക്ക് കിട്ടിയത് എന്താ? ചില സ്പെസിഫിക് വേവ് ലെങ്ത്തുകളിൽ മാത്രമുള്ള ലൈൻ സ്പെക്ട്രമാണ് നമുക്ക് കിട്ടിയത്. ഇത് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഹൈഡ്രജന്റെ ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്ന റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് ഓർബിറ്റിന്റെ സ്റ്റെബിലിറ്റി, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അതാണ് പ്രധാനപ്പെട്ട രണ്ട് ഡ്രോബാക്കുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ റുദർഫോർഡിന്റെ അറ്റോമിക് മോഡലിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ആ കാലം ഉണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ റുദർഫോർഡാണ് ആറ്റത്തിൻ്റെ ഒരു ഡെഫിനിറ്റ് ഷേപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളുകളെ കുറിച്ചുള്ള ഏകദേശമായിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തത്.
പോസിറ്റീവ് ആറ്റം ആസ് എ ഹോൾ ന്യൂട്രൽ ആണെന്നും ആറ്റത്തിൻ്റെ സെൻട്രൽ റീജിയൻ എന്ന് പറയുന്നതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കാമെന്നും അതൊരു ടൈനി ആയിട്ടുള്ള സെൻട്രൽ റീജിയൻ ആണെന്നും ആറ്റത്തിൽ ഒരുപാട് ലാർജ് എംപ്റ്റി സ്പേസ് ഉണ്ടെന്നും ഇലക്ട്രോൺസ് ചില സർട്ടൺ ഓർബിറ്റുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഓർബിറ്റൽ മോഷനിലാണ് എന്നുള്ള കൺക്ലൂഷനിലൊക്കെ റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് റുദർഫോർഡ് എത്തിച്ചേർന്നു. പക്ഷേ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ ലൈൻ സ്പെക്ട്രത്തിൻ്റെ ഒറിജിനെക്കുറിച്ചോ എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം വെച്ചിട്ട് പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ് അതിലൊരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുല. റുദർഫോർഡ് അദ്ദേഹത്തിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുല ഡിറൈവ് ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസിക്കൽ ലോസ് ഓഫ് ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുല കഴിഞ്ഞ വീഡിയോയിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിലബസിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട്, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അത് പഠിക്കാനില്ലാത്തതുകൊണ്ട് ആ ഡെറിവേഷൻ നമ്മൾ ഒമിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ബേസിക് ആയിട്ടുള്ള ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുല ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റുദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാം. സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ ക്വാണ്ടം മെക്കാനിക്കലി സ്കാറ്ററിംഗ് ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാം. We can derive scattering formula, alpha particle scattering formula, using the basic tools of quantum mechanics. അപ്പോൾ അങ്ങനെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് പേര് അത്തരത്തിൽ റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുല, റുദർഫോർഡ് ഡെവലപ്പ് ചെയ്ത സ്കാറ്ററിംഗ് ഫോർമുലയും ക്വാണ്ടം മെക്കാനിക്കലി കിട്ടിയ സ്കാറ്ററിംഗ് ഫോർമുലയും കമ്പയർ ചെയ്യുകയുണ്ടായി. രണ്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, രണ്ടും പ്രിസൈസ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടും അതായത് ദിസ് സ്കാറ്ററിംഗ് ഫോർമുല ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് the quantum mechanical analysis of analysis of scattering formula gives precisely the same formula as or that Rutherford found. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് അഗ്രി ചെയ്യുന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിനെന്താ കാരണം? എന്താണ് ഇതിൻ്റെ റീസൺ? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയാണ്. ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നോർമലി മൈക്രോ വേൾഡിലാണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബിഹേവിയർ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കേണ്ടി വരുന്നു. മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള, അതായത് ലാർജ് ഓബ്ജക്ട്സ്, മാക്രോസ്കോപ്പിക് ഓബ്ജക്റ്റുകളിലാണ് ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇലക്ട്രോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഡീബ്രോയി വേവ് ലെങ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇലക്ട്രോൺ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കാം, വേവ് നേച്ചറും കാണിക്കാം. ഓരോ പർട്ടിക്കുലർ സിറ്റുവേഷൻസ്, ചില സർട്ടൻ സിറ്റുവേഷനിൽ ഇലക്ട്രോൺ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നുവെന്നും ചില സർട്ടൻ സിറ്റുവേഷനിൽ ഇലക്ട്രോൺ വേവ് നേച്ചർ കാണിക്കുന്നുവെന്നും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും.
അപ്പോൾ ആ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വാണ്ടം മെക്കാനിക്സിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ഡിബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണെങ്കിൽ, വളരെ സ്മോൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, വളരെ സ്മോൾ ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ പലപ്പോഴും ആ പാർട്ടിക്കിളിനെ നമുക്ക് എപ്പോഴും ഒരു പ്യുവർ ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റുദർഫോർഡ് ഉപയോഗിച്ച ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 6.6 × 10⁻⁻27 കിലോഗ്രാം ആണ്. അതിൻ്റെ വെലോസിറ്റി സ്പീഡ് 2 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് h/mv എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.625 × 10⁻34 ഡിവൈഡഡ് ബൈ 6.6 × 10⁻27 into 2 × 10⁻7. You will get a value as 5 × 10⁻15 meter എന്ന് കിട്ടും. അതായത് നമ്മൾ റുദർഫോർഡ് ഉപയോഗിച്ച ആൽഫ പാർട്ടിക്കിളിന്റെ ഡിബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5 × 10⁻15 മീറ്റർ ആണ്, ഫെർമി റേഞ്ചിലാണ്. എന്നാൽ റുദർഫോർഡിന്റെ അനാലിസിസിൽ അദ്ദേഹം ഉപയോഗിച്ച ഇമ്പാക്ട് പാരാമീറ്റർ, ദാറ്റ് മീൻസ് distance of closest approach, distance of closest approach, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ച R എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയ R എന്ന് പറയുന്നത് ഒരു ഗോൾഡ് ഫോയിലിൽ കിട്ടിയത് 3 × 10⁻14 മീറ്റർ ആണ്, വിച്ച് ഈസ് അറൌണ്ട് 6 times ഡിബ്രോയി വേവ് ലെങ്ത്. അപ്പോൾ ഒരു ന്യൂക്ലിയസിലേക്ക് ഒരു ആൽഫ പാർട്ടിക്കിൾ വരുമ്പോൾ, സ്കാറ്ററിങ് നടക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് 6 times ദ ഡിബ്രോയി വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഒരു വേവ് നേച്ചർ അവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരുന്നില്ല. ആൽഫ പാർട്ടിക്കിൾ റേഡിയേഷനെ നമുക്ക് കൃത്യമായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് തന്നെ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളായിട്ട് ട്രീറ്റ് ചെയ്താലും ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും ഒരേ റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആൽഫ പാർട്ടിക്കിളിൻ്റെ കേസിൽ ഡിബ്രോയി വേവ് ലെങ്ത്തിനേക്കാളും ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് അവിടെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഇഫക്റ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റും ക്ലാസിക്കൽ ട്രീറ്റ്മെൻറ്റും മാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ നമ്മൾ വേറെ ആൽഫ പാർട്ടിക്കിളിന് പകരം വേറെ ഏതെങ്കിലും പാർട്ടിക്കിളാണ് ഉപയോഗിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത്, സ്കാറ്ററിങ്ങിന് ഉപയോഗിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ റെപ്രസെൻ്റ് ചെയ്ത ഈ എനർജിയെക്കാളും അറൗണ്ട് 7.7 മില്യൺ ഇലക്ട്രോൺ വോൾട്ടൊക്കെയാണ്, അതിനേക്കാളും ഒരുപാട് കൂടുതലാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി കിട്ടുന്ന സ്കാറ്ററിംഗ് ഫോർമുലയും റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുലയും അഗ്രി ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ കേസിൽ റുദർഫോർഡ് സ്കാറ്ററിംഗ് ഫോർമുല ക്വാണ്ടം മെക്കാനിക്കൽ അനാലിസിസിലും കൂടിയും കറക്റ്റാണ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് റുദർഫോർഡ് ആറ്റം മോഡൽ എന്നും റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്നും അവിടെ അതിൻ്റെ വാലിഡിറ്റി റുദർഫോർഡിൻ്റെ സ്കാറ്ററിംഗ് ഫോർമുലയുടെ വാലിഡിറ്റി എവിടെയുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അറ്റോമിക് സ്പെക്ട്രയാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടിയേക്കുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. ആ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ബിഹേവിയർ എന്താണ്, ഹൈഡ്രജൻ സ്പെക്ട്രം എന്നും ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഡിഫറെൻറ്റ് എനർജി ലെവൽസുകൾ, അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഡിഫറെൻറ്റ് സ്പെക്ട്രൽ ലൈൻസ് നമ്മൾ പറയുന്ന H ആൽഫ, H ബീറ്റ, H ഗാമ എന്ന് പറയുന്ന അങ്ങനെയുള്ള ലൈൻസുകളൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ലൈമൻ സീരീസ്, പാസ്റ്റൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ നടത്തിയതിന് ശേഷം നമ്മൾ റുദർഫോർഡ് അനാലിസിസിലുള്ള ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി 1913 ഡെവലപ്പ് ചെയ്യപ്പെട്ട ബോർ മോഡൽ ഓഫ് ആറ്റം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.